സാറേ, കരുണാനിധിയുടെ ശവകുടീരം ഇപ്പം മെറീന ബീച്ചിലാണല്ലോ, അവിടെ കഴിഞ്ഞ ദിവസം പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്ഷേത്ര ഗോപുരത്തിൻ്റെ മാതൃകയിൽ ചില നിർമ്മാണങ്ങൾ നടത്തി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കളിയാക്കലാണോ, ഒരു ഹിന്ദു മതത്തെ അപഹസിക്കലാണോ? അത് വലിയ വിവാദമായിട്ടുണ്ട്. അത് പിന്നെ നിർമ്മാണം അല്ലാതെ ഈ പൂക്കളൊക്കെ കൊണ്ട് ഈ ശവകുടീരത്തിന്റെ മുകൾ വശം അലങ്കരിക്കുകയാണ്. ഈ DMK മന്ത്രിമാരും ഒക്കെ സന്ദർശിക്കുമ്പോൾ, നേതാക്കളൊക്കെ സന്ദർശിക്കുമ്പോൾ കരുണാനിധിയുടെ, ഇപ്പൊ സ്റ്റാലിനൊക്കെ പോവുകയാണെങ്കിൽ കരുണാനിധിയുടെ അവിടെ പോയി മറ്റേ പ്രതിജ്ഞയൊക്കെ ചെയ്തിട്ടാണല്ലോ അതെ സത്യപ്രതിജ്ഞയ്ക്കൊക്കെ പോവുക. അപ്പൊ അങ്ങനെ കരുണാനിധിയുടെ ശവകുടീരം അപ്പോ മറ്റേ ദീർഘചതുരത്തിലുള്ള ശവകുടീരം അപ്പൊ അലങ്കരിക്കാനായിട്ട് വെറുതെ പൂക്കൾ മുകളിൽ ഇട്ടാ മതി, ഇല്ലേ? പുഷ്പചക്രമൊക്കെ അർപ്പിക്കുകയൊക്കെ മതി. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശവകുടീരത്തിന്റെ മുകളില് ക്ഷേത്ര ഗോപുരം പോലെ ആണ് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. ഒരു ശവകുടീരത്തിന്റെ മുകളില് ക്ഷേത്ര ഗോപുരം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ വികാരത്തെ വ്രണപ്പെടുത്തലാണെന്ന് അണ്ണാമലൈ, പുതിയ BJP പ്രസിഡന്റ് നയനാർ നാഗേന്ദ്രൻ തുടങ്ങി ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ഹിന്ദു ധർമ്മസ്ഥാപന മന്ത്രി ഉണ്ടല്ലോ, ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ്സ്, അതിൻ്റെ മന്ത്രി, ആ വകുപ്പിൻ്റെ മന്ത്രി PK ശേഖർ ബാബു, അങ്ങേരുടെ വകുപ്പിൻ്റെ ബജറ്റ് ചർച്ച നടക്കുന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. അതിന് തൊട്ട് മുമ്പ് മറീന ബീച്ചിൽ ഈ ശവകുടീരം സന്ദർശിക്കാൻ പോയി. അപ്പൊ അയാളുടെ അങ്ങോട്ടുള്ള സന്ദർശനം പ്രമാണിച്ചത് അലങ്കരിച്ചതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് വലിയ കോലാഹലമായിട്ടുണ്ട്. ഈ ശവകുടീരത്തിൻ്റെ മുകളിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ശ്രീവില്ലിപുത്തൂർ ക്ഷേത്രത്തിൻ്റെ ഗോപുരം ആണെന്ന് തോന്നും. അത് ശ്രീവില്ലിപുത്തൂർ ക്ഷേത്ര ഗോപുരത്തിന്റെ മാതൃകയിലാണ് ഈ നമ്മുടെ ആന ഉണ്ടല്ലോ, കേരളത്തിന്റെ ചിഹ്നം എന്ന് പറഞ്ഞ പോലെ തമിഴ്നാടിന്റെ ചിഹ്നം ഒരു ഗോപുരമാണ്, ക്ഷേത്ര ഗോപുരം. അത് എങ്ങനെ വന്നു എന്ന് ഞാൻ പിന്നെ പറയാം. ഈ ക്ഷേത്ര ഗോപുരം ശ്രീവില്ലിപുത്തൂർ ക്ഷേത്രത്തിൻ്റെതാണെന്ന് വിശ്വാസമുണ്ട്. യഥാർത്ഥത്തിൽ അത് വരച്ച കൃഷ്ണറാവു, ചിത്രകാരൻ, കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ ചെന്നൈയിലെ, അദ്ദേഹം മധുരക്കാരനാണ്. അദ്ദേഹം വരച്ചത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് പരിചയമുള്ള കുടുംബക്കാരും ഒക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്ഷേത്ര ഗോപുരം ഈ ശവകുടീരത്തിന്റെ മുകളിൽ ഇങ്ങനെ അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ്. വേറെ പല തരത്തിലും അലങ്കരിക്കാമല്ലോ. അതെ, ഇതിനു മുമ്പ് ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ DMK വിശദീകരിക്കുന്നത് ഇത് സംസ്ഥാന ചിഹ്നമാണെന്നാണ്. സംസ്ഥാന ചിഹ്നമായത് ക്ഷേത്ര ഗോപുരം തമിഴ്നാട് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ച ശേഷമാണല്ലോ. അതെ, ക്ഷേത്രഗോപുരം മുമ്പേ ഉണ്ടല്ലോ, DMKക്കും സർക്കാരിനും മുമ്പേ ഉണ്ട് ക്ഷേത്ര ഗോപുരം, അല്ലേ? അതെ, യേശുവിനും മുമ്പേ ഉണ്ട് ക്ഷേത്രഗോപുരം തമിഴ്നാട്ടില്. ഇപ്പോ ശ്രീരംഗം ക്ഷേത്രം, ശ്രീരംഗം ക്ഷേത്രമൊക്കെ BC-യിലൊക്കെ ഉള്ളതാണത്, ബിഫോർ ക്രൈസ്റ്റ് ഉള്ള ക്ഷേത്രമാണ്. ആ കാലത്തെ ലിഖിതങ്ങളൊക്കെ ഉണ്ട് അവിടെ. തെക്കേ ഇന്ത്യയിൽ അത്രയും പഴക്കമുള്ള ക്ഷേത്രങ്ങൾ അധികം ഇല്ല. അപ്പോൾ ക്ഷേത്ര ഗോപുരങ്ങൾ പണ്ടേ ഉള്ളതാണ്. അപ്പോൾ അത് തമിഴ്നാട് സർക്കാരിൻ്റെ ചിഹ്നമായതുകൊണ്ട് ഞങ്ങളത് വരച്ചു എന്ന് പറയുന്നതിൽ ന്യായമില്ല. കാരണം അത് സർക്കാരിൻ്റെ ചിഹ്നമാകുന്നതിന് മുമ്പേ അതുണ്ട്. ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഗോപുരം. തമിഴ്നാട്ടിലാണെങ്കിൽ ധാരാളം ഗോപുരങ്ങളുണ്ട് ക്ഷേത്രങ്ങൾക്ക്. അപ്പോൾ ഈ വൈസ് പ്രസിഡന്റ് BJPയുടെ നാരായണൻ തിരുപ്പതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉടൻ ഇത് നീക്കണം, ഈ അലങ്കാരം. ഇതിനെ അപലപിക്കുന്നു. ഇത് ധാർഷ്ട്യമാണ്, അസംബന്ധമാണ്. ജഡത്തിന്റെ മുകളിൽ ക്ഷേത്രഗോപുരമോ? അസംബന്ധമാണ്. ഹിന്ദു വിശ്വാസത്തിന്റെ മുകളിലുള്ള ആക്രമണമാണിത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തി കഴിഞ്ഞാൽ DMKക്ക് അതിൻ്റെ പണി പോകും, ഭരണം പോകും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അണ്ണാമലൈ പറഞ്ഞു, ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ്സ് മന്ത്രി PK ശേഖർ ബാബു അയാൾ പരിധി വിട്ടിരിക്കുന്നു. PK ശേഖർ ബാബു പരിധി വിട്ടിരിക്കുന്നു. സ്റ്റാലിൻ്റെ കുടുംബത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി അയാൾ ചെയ്തതാണിത്. സ്റ്റാലിൻ്റെ
അച്ഛൻ്റെ ശവകുടീരം ഗംഭീരമായിട്ട് അലങ്കരിച്ചു എന്ന് വരുത്താൻ വേണ്ടി, തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ എന്നിട്ട് അണ്ണാമലൈ പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെന്ന് പറയുന്ന DMK ഹിന്ദുക്കളുടെ വികാരത്തെ ദീർഘകാലം വ്രണപ്പെടുത്തി വയറ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നിരീശ്വരവാദത്തിന്റെ പേരിൽ ഇങ്ങനെ പെരുമാറി ഹിന്ദു വികാരത്തെ ആക്രമിച്ചാൽ ജനങ്ങൾ അവരെ പാഠം പഠിപ്പിക്കും, DMK പാഠം പഠിപ്പിക്കും. നയനാർ നാഗേന്ദ്രൻ, പുതിയ BJP പ്രസിഡന്റ്, പറഞ്ഞു, ഹിന്ദു ചരിത്രത്തിന്റെ മുകളിലുള്ള ആക്രമണമാണിത്. ശേഖർ ബാബു മാപ്പ് പറയണം. ഭസ്മത്തിന് മുമ്പ് ഇവർ എതിരാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ കൂടുതൽ അപമാനം വരുത്തി വെച്ചിരിക്കുകയാണ് ഹിന്ദുക്കൾക്ക്. ഹിന്ദുക്കൾ ഭസ്മം എപ്പോഴും ഉപയോഗിക്കുമല്ലോ, അതിനെതിരെ സംസാരിച്ചിരുന്നു അവര്. മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കുകയാണ് DMK എന്ന് നയനാർ നാഗേന്ദ്രനും പറഞ്ഞു. ഈ ഗോപുരം, ഈ അലങ്കാരം ഉടനെ ശവകുടീരത്തിന്റെ മുകളിൽ നിന്ന് നീക്കണം എന്ന് പറഞ്ഞു. നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ബാബു, ഹിന്ദു ധർമ്മസ്ഥാപന മന്ത്രി ശേഖർ ബാബു സന്ദർശിച്ചത്. അതിനോടനുബന്ധിച്ച് അലങ്കരിച്ചതാണ് എന്നാണ് കരുതുന്നത്. അയാൾ വരുന്ന സമയത്ത് ഈ അലങ്കാരം ഇരിക്കട്ടെ എന്ന് വെച്ചാണ്. 1949 ഈ ഗോപുരം ഔദ്യോഗിക ചിഹ്നമാവുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഓമന്തൂർ രാമസ്വാമി റെഡ്ഡി, കോൺഗ്രസിന്റെ, DMK അല്ല, കോൺഗ്രസിന്റെ ഓമന്തൂർ രാമസ്വാമി റെഡ്ഡി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ചിഹ്നം ആകുന്നത് ഗോപുരം. ഈ മധുരക്കാരനായ R. കൃഷ്ണറാവു കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ അപ്ലൈഡ് ആർട്സ് പ്രൊഫസറായിരുന്ന കൃഷ്ണറാവു ആണ് ആ ചിഹ്നം വരച്ചുണ്ടാക്കിയത്. അതിൻ്റെ കൂടെ ഈ അശോക സ്തംഭത്തിലെ സിംഹങ്ങള്, 2 പതാകകൾ ഒക്കെ ആ ചിഹ്നത്തിലുണ്ട്. ഇന്ത്യൻ പതാക, തമിഴ് പൈതൃകവും വാസ്തുകലയും ഉൾപ്പെടുത്തി ധ്വനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. അപ്പോ ഈ ഓമന്തൂർ രാമസ്വാമി റെഡ്ഡിയാര് അന്നത്തെ ഈ ഹിന്ദു ധർമ്മസ്ഥാപന കമ്മീഷണർ ഒരു ഹിന്ദു പണ്ഡിതനായിരുന്നു. പണ്ഡിതൻ ഈ TKC എന്ന് പറയുന്ന TK ചിദംബരനാഥ മുതലിയാർ, അദ്ദേഹത്തിനോടാണ് ചോദിച്ചത് എന്താണ് നമുക്ക് ചിഹ്നമായിട്ട് വേണ്ടതെന്ന്. അപ്പോൾ ഒരു ഗോപുരമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ചിഹ്നം, അതാകാം എന്ന് ഈ TK ചിദംബരനാഥ മുതലിയാറാണ് റെഡ്ഡിയോട് നിർദ്ദേശിച്ചത്. ഈ ചിദംബരനാഥ മുതലിയാർ നിർദ്ദേശിക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ശ്രീവില്ലിപുത്തൂർ ക്ഷേത്ര ഗോപുരമായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ അമ്മയും ഭാര്യയും ശ്രീവില്ലിപുത്തൂരിൽ നിന്നുള്ള ആളുകളായിരുന്നു. അപ്പൊ സ്ഥിരമായിട്ട് അവിടെ പോയി ആ ഗോപുരം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും കൃഷ്ണറാവു വരച്ചത് മധുര ക്ഷേത്ര ഗോപുരമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീവില്ലിപുത്തൂരിന് വേറെയും പ്രാധാന്യമുള്ളത് പണ്ഡിതനായ അദ്ദേഹത്തിന് അറിയാം. ഈ ആഴ്വാർമാരിലെ പെരിയാഴ്വാർ, പിന്നെ ആണ്ടാൾ, ഈ പാട്ടൊക്കെ എഴുതി പാടി നടന്നിട്ടുള്ള ആണ്ടാൾ, ആ ഭക്തി പ്രസ്ഥാനത്തിൽപ്പെട്ടവര്, അവര് രണ്ടുപേരും ജനിച്ചതും ശ്രീവില്ലിപുത്തൂരിലാണ്. അപ്പൊ അതിന് ശ്രീവില്ലിപുത്തൂരിന് തന്നെ പ്രാധാന്യമുണ്ട്, ഗോപുരത്തിനും പ്രാധാന്യമുണ്ട്. അപ്പൊ 1948 ഇത് വരച്ചു കഴിഞ്ഞപ്പോ റെഡ്ഡി ഓമന്തൂർ രാമസ്വാമി റെഡ്ഡിയാര് നെഹ്റുവിനെ കാണിച്ചു, ഞങ്ങളിത് ചിഹ്നാക്കാൻ പോവാണെന്ന്. അപ്പൊ നെഹ്റു സംശയിച്ചു, ഇതൊരു മതത്തിന്റെ ചിഹ്നമല്ലേ, ഇത് സെക്യുലറിസത്തിന് ചേരുവോ നെഹ്റു ചോദിച്ചിരുന്നു എന്ന് ഈ TKCയുടെ കൊച്ചുമകൻ ദീപ നടരാജൻ പറയുണ്ടായി അടുത്ത കാലത്ത്. ഇങ്ങനെ നെഹ്റു ചോദിച്ചിരുന്നു എന്ന്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2023 ഏപ്രിലിലും ഇതേപോലെ ഈ ശവകുടീരം ഈ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ അലങ്കരിച്ചിരുന്നു. അന്നും പ്രശ്നമായത്. അപ്പോൾ സ്ഥിരമായി DMK ഈ കാപട്യം, നിരീശ്വരവാദികളാണ് ഈ കാപട്യം തുടരുന്നു. ഈ മറ്റേ ഉദയനിധി എന്നല്ലേ പേര്, സ്റ്റാലിന്റെ മോൻ, സിനിമാ നടനൊക്കെ ആയിരുന്നേ, അയാളെന്താ പറഞ്ഞത്, മറ്റേ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ മലേറിയ പോലെ ഇല്ലേ, വളരെ മോശമായ രീതിയിൽ പകർച്ചവ്യാധിയാണ് എന്നാണ് പറഞ്ഞത്. അതിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ കേസുണ്ട്. അത് കഴിഞ്ഞ് അയാൾക്ക് നല്ല ബുദ്ധി തോന്നിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ അമ്മ ദുർഗ, സ്റ്റാലിന്റെ ഭാര്യ,
ഗുരുവായൂരിൽ വന്നിട്ട് 15 ലക്ഷം രൂപയുടെ കിരീടമൊക്കെ നടക്കി വെച്ചിരുന്നു. ഇവർക്ക് നല്ല ബുദ്ധി തോന്നണേ, ക്ഷമിക്കണേ, അവൻ സനാതന ധർമ്മത്തിനെതിരെ വന്നു, ഈ അസുഖങ്ങളൊന്നും അവന് വരാതിരിക്കണേ, അല്ലേ? അതെ അതെ. വല്ല മലേറിയോ കോവിഡോ ഒക്കെ മകന് വന്ന അവരാണല്ലോ അനുഭവിക്കേണ്ടത്. അവര് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അപ്പോൾ പണ്ട് DMK നേതാക്കള് ഭജന, തൈര് വട ഒക്കെ ശവകുടീരത്തിൽ ഭജനം നടത്തും. ശവകുടീരത്തില് തൈര് വട കൊണ്ടുവയ്ക്കും. ഇങ്ങനെയൊക്കെ ഹിന്ദു മതത്തിനെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നു അവരുടെ പാരമ്പര്യമാണ്. EV പെരിയസ്വാമി നായ്ക്കർ തുടങ്ങി ഉള്ള പരിപാടിയാണിത്. BJP സെക്രട്ടറി SG സൂര്യ 2023 ഇങ്ങനെ അലങ്കരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ശവകുടീരത്തിൽ ഗോപുരം വയ്ക്കുന്നത് അപലപനീയമാണ്. സമാധിയിൽ ഹിന്ദുക്കൾ ആരാധിക്കുന്ന ഗോപുരം ഒരു കാരണവശാലും വെക്കാൻ പാടില്ല, അത് ചേരില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ അവിടുത്തെ PCC പ്രസിഡന്റ് ഇത് ആദരവിൻ്റെ ഭാഗമാണ്. K. സെൽവപ്പെരുന്തുകൈ ആണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. അയാൾ പറഞ്ഞു ഇത് ആദരവാണെന്ന്. സർക്കാർ സ്വത്താണിത്. മറീനയിലെ ശവകുടീരം സർക്കാർ സ്വത്താണ്, അവിടെ സർക്കാർ ചിഹ്നം വെക്കാം. ഈ കോൺഗ്രസ് മേധാവി അങ്ങനെയാണ് ന്യായീകരിച്ചത്. സ്മാരകം ക്ഷേത്രം തന്നെ എന്നും പറഞ്ഞു അയാൾ. ഇങ്ങനെയാണ് ന്യായീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ വേറെ പല സാധനങ്ങളില്ലേ, അല്ലേ? ശിവലിംഗമൊക്കെ ഇല്ലേ, വിഗ്രഹങ്ങളൊക്കെ ഇല്ലേ? എന്നിട്ട് അയാൾ പറഞ്ഞു കരുണാനിധി ദൈവം തന്നെ. അങ്ങനെയാണ് പറയുന്നത്. കരുണാനിധി ദൈവമാണ്, അയാളിരിക്കുന്ന സ്ഥലം ക്ഷേത്രമാണ്. അപ്പോൾ എന്ത് തോന്നിയാസോ ആകാം എന്നാണ് ന്യായീകരിച്ചിരിക്കുന്നത്. എന്തായാലും തോന്നിയാസമായിരുന്നു. ഹിന്ദുക്കൾ ക്ഷോഭിച്ചിട്ടുണ്ട്, ഹിന്ദുക്കൾ പ്രതിഷേധിക്കുന്നുണ്ട്. BJP അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം വരും ദിവസങ്ങളിലൊക്കെ ഇതിന് തുടർച്ച ഉണ്ടാകാമല്ലോ. കാരണം ഇത് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്നില്ല. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സമുദായത്തെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമായ നടപടിയല്ലേ. ഇതിന്റെ കൂടെ സ്റ്റാലിനും ഒക്കെ എന്താണ് ചെയ്യുക? ഇപ്പൊ വിജയ്ക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ചിട്ടില്ലേ ഇഫ്താർ പാർട്ടി? അയാൾ നടത്തിയതിന് ഫത്വ വന്നിട്ടുണ്ട് ഇപ്പൊ സുന്നി മുസ്ലിങ്ങളുടെ. ഇതിന്റെ കൂടെ ഈ സ്റ്റാലിൻ ചെയ്യുന്നത് മുസ്ലിം മതപ്രീണനം ധാരാളമായിട്ടുണ്ടല്ലോ. വഖഫ്, അതിനെതിരെ കേസിനുമൊക്കെ പോയിട്ടുണ്ട്. ഒരു ഭാഗത്ത് പ്രീണനം, ഈ ഭാഗത്ത് താടനം, അല്ലേ? ഇതാണ് DMKയുടെ പ്രാതം. അപ്പൊ ഹിന്ദു വിരുദ്ധതയ്ക്ക് അനുഭവിക്കുക തന്നെ ചെയ്യും. ഈ ശബരിമലക്കെതിരെ നീങ്ങിയവരും അനുഭവിച്ചില്ലേ? അപ്പൊ അതുകൊണ്ട് സ്റ്റാലിന്റെ ദിവസങ്ങളൊക്കെ എണ്ണപ്പെട്ടു എന്ന് വേണം കരുതാൻ. അപ്പൊ ഇങ്ങനെയൊക്കെ ദുർബുദ്ധി തോന്നും. വിനാശകാലെ വിപരീത ബുദ്ധി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.